തൃശൂർ പോട്ടയിലെ ബാങ്ക് കവർച്ചയിൽ അസാധാരണമായ ഒരു വാദം ഉന്നയിക്കുകയാണ് പ്രതി റിജോ ആന്റണി. കത്തി കാട്ടിയ ഉടൻ തന്നെ ബാങ്ക് മാനേജർ മാറിത്തന്നു. ജീവനക്കാർ എതിർത്തിരുന്നുവെങ്കിൽ മോഷണത്തിൽ നിന്ന് പിന്മാറിയേനെ എന്നും വിശദീകരിക്കുകയാണ്. പ്രതിയെ ഉടൻ ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. റിജോയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 12 ലക്ഷം രൂപയും കവർച്ചയ്ക്ക് ഉപയോഗിച്ച കത്തിയും കണ്ടെത്തി എന്ന പുതിയ വിവരം കൂടി പങ്കുവയ്ക്കുന്നു MS ലിഷോയും പ്രദീപ് ജോസഫും. ആദ്യം ലിഷോയിലേക്കാണ്. ലിഷോയ്, മരമണ്ടനാണ് ബാങ്ക് മാനേജർ. ഇപ്പോഴത്തെ പറയുന്നു കത്തി കാണിച്ചപ്പോൾ ആർ ഭയപ്പെട്ട് മാറി, എതിർത്തിരുന്നുവെങ്കിൽ ഞാൻ മോഷ്ടിക്കില്ലായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പോലീസിനോട് പറയുന്നുണ്ട് ഇയാൾ? അതായത് ഈ ബാങ്കിലെ പണം മുഴുവനായും എടുത്തുകൊണ്ടു പോകണം എന്നൊരു ഉദ്ദേശം തനിക്കുണ്ടായിരുന്നില്ല. ബാങ്ക് മാനേജറോ അല്ലെങ്കിൽ ബാങ്കിലെ ജീവനക്കാരോ എതിർത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മോഷണ ശ്രമം തന്നെ താൻ ഉപേക്ഷിക്കുമായിരുന്നു. അതുകൂടാതെ ഈ തനിക്ക് ആവശ്യമുള്ള പണം കിട്ടി എന്ന് കരുതിയത് കൊണ്ട് മാത്രമാണ് അത്രയും പണം എടുത്തു പോയത് എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ഈ റിജോ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ബാക്കിയുള്ള പണം, ഈ മോഷണത്തിൽ അയാൾ ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ള പണം അയാളുടെ വീട്ടിൽ നിന്ന് തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തെളിവെടുപ്പിലാണ് ഇന്ന് പുലർച്ചെ വീട്ടിൽ നടന്ന തെളിവെടുപ്പിലാണ് ഈ പണം ഈ പോലീസും അതുപോലെ തന്നെ റിജോയുമായി വന്ന് പണം കണ്ടെത്തിയത്. വീട്ടിലെ കിടപ്പുമുറിക്ക് ഉള്ളിലെ ഒരു റാക്കിൽ നിന്നാണ് ഇത്തരത്തിൽ പണം കണ്ടെത്തിയത്. അതിനോടൊപ്പം തന്നെ ഇയാൾ ഈ ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച കത്തി ഇയാളുടെ അടുക്കളയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി. അല്പസമയത്തിനകം തന്നെ ഈ റിജോയുമായി പോട്ട പള്ളിക്ക് മുൻവശത്തുള്ള ഫെഡറൽ ബാങ്കിലെ ശാഖയിലേക്ക് എത്തും. അതിനുശേഷം ഈ മോഷണം എങ്ങനെയൊക്കെയാണ് ആസൂത്രണം ചെയ്തത്, നടപ്പിലാക്കിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഇയാൾ ഈ സ്ഥലത്ത് വന്ന് പോലീസിനോട് വിവരിക്കുകയാണ് ചെയ്യുക. അതിനിടയിലാണ് ഇത്തരത്തിൽ പുതിയ സംഭവവികാസങ്ങൾ. എന്തായാലും ബാങ്ക് മാനേജർ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഇത്രയും പെട്ടെന്നുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രതിയെ പിടികൂടിയതിൽ വളരെ സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ബാങ്ക് ജീവനക്കാർ ഒരുപക്ഷെ ആ സമയത്ത് എതിർക്കാതിരുന്നത് അവരുടെ ഒരു സ്വരക്ഷ കൂടി കണക്കിലെടുത്ത് ആവണം. കാരണം ഈ ആയുധവുമായി നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിക്ക് അയാളുടെ അടുത്തേക്ക് അയാൾ ഏത് തരത്തിലുള്ള ക്രിമിനലാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് അടുത്തേക്ക് പോവുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഇവരുടെ പ്രതീക്ഷിതമായി ഒരു കവർച്ചക്കാരനെത്തുമ്പോൾ അയാൾ ഏത് തരത്തിൽ പ്രതികരിക്കും എന്നൊന്നും അറിയാത്തതുകൊണ്ട് സ്വാഭാവികമായും ബാങ്ക് ജീവനക്കാർക്ക് ഇപ്പോൾ ഇയാൾ മൊഴിയിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ മരമണ്ടനാണ് ബാങ്ക് മാനേജർ, അവിടുത്തെ ജീവനക്കാർ എതിർത്തിരുന്നുവെങ്കിൽ ഞാൻ ഈ മോഷണത്തിൽ നിന്ന് പിന്മാറുമായിരുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എങ്കിലും അവിടുത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല എന്ന് നമുക്കും അറിയുന്ന കാര്യമാണ്. ബാങ്ക് മാനേജറുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. പ്രതിയെ പിടിച്ചതിൽ വലിയ സന്തോഷമുണ്ട് എന്നാണ് പോട്ട ഫെഡറൽ ബാങ്ക് മാനേജർ ബാബു PG പറയുന്നത്. പ്രതിയെ പെട്ടെന്ന് പിടികൂടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞ പ്രതികരണം കൂടി. പ്രതിനെ പിടിച്ചല്ലോ, അപ്പൊ നിങ്ങൾ സന്തോഷം. ഈ പൈസയുടെ കാര്യത്തില് അതറിയില്ല, അവര് പിന്നീട് നോക്കിയിട്ട് പറയാം. പ്രതിയെ പിടിച്ച സന്തോഷം? ഇല്ല. പ്രതിയെ പിടിച്ച സന്തോഷം? വളരെ സന്തോഷം.